നമസ്കാരം. STV നൂൺ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിപ്പ തച്ചനാട്ടുകര കരിമ്പുഴ പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണവും പരിശോധനയും. ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. കടുത്ത പനി ബാധിച്ച 3 പേർ കൂടി ചികിത്സയിൽ. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കാട്ടാനപ്പേഴിയിൽ അകമല പ്രദേശം. റെയിൽവേ പാളത്തിനടുത്തെത്തി വാഴക്കൊമ്പൻ. സുരക്ഷാ നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 12 ഗുണ്ടകളെ കൂടി കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. നാടുകടത്തൽ ഉൾപ്പെടെ മറ്റ് നടപടികളും തുടരുന്നു. റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ PIT NDPS നിയമപ്രകാരം 2ാമത്തെ അറസ്റ്റ്. തടവിലാക്കിയത് മയക്കുമരുന്ന് കച്ചവടക്കാരൻ മാർട്ടിനെ. ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പ്രചരണ പരിപാടികൾ സജീവം. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ. പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ കർഷകദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ. വാർത്തകൾ വിശദമായി. നിപ്പ തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിൽ കർശന നിരീക്ഷണവും പരിശോധനയും. അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. കടുത്ത പനി ബാധിച്ച 3 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 425 പേരുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. ഇതിൽ 228 പേർ മലപ്പുറത്തും 110 പേർ പാലക്കാട്ടും 87 പേർ കോഴിക്കോട്ടുമാണ്. മലപ്പുറത്ത് 12 പേർ ചികിത്സയിലുണ്ട്. തച്ചനാട്ടുകരയിൽ 3 കുട്ടികളെ കൂടി കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിപ്പ ബാധിച്ച യുവതിയുടെ ബന്ധു കൂടിയായ 10 വയസ്സുകാരനുൾപ്പെടെയാണ് 3 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. യുവതിയുമായി സമ്പർക്ക പട്ടികയിലുള്ളവർക്കാണ് കടുത്ത പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിൽ കർശന പരിശോധനയും നിരീക്ഷണവും ഏർപ്പെടുത്തി. 110ഓളം പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തച്ചനാട്ടുകരയിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളും നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. കൂടുതൽ നിയന്ത്രണവും കരുതലും ഏർപ്പെടുത്തുന്ന കാര്യം ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. പ്രദേശത്ത് പനി സർവൈലൻസ് നടത്താൻ നിർദ്ദേശമുണ്ട്. നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന് ടോൾ പ്ലാസയിലേക്ക് മുന്നേറാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള പാതയിൽ 7 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ മേഖലയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിൽ ജനം വലയുന്ന പശ്ചാത്തലത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച്. കഴിഞ്ഞ ദിവസം മുടിക്കോട് ഉണ്ടായ ഗതാഗതക്കുരുക്കിൽ വിമാനത്താവളത്തിലേക്ക് പോയ യാത്രക്കാർക്ക് വിമാനം നഷ്ടമാകുന്ന സാഹചര്യമടക്കമുണ്ടായി. ഈ സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സമരരംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാട്ടാനപ്പേടിയിൽ അകമല പ്രദേശം. കഴിഞ്ഞ രാത്രി കാട്ടാന റെയിൽവേ പാളത്തിന് തൊട്ടടുത്തെത്തി വാഴക്കൊമ്പനാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. അകമല തീവണ്ടിപ്പാളത്തിനരികിലും പുലർച്ചെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 5:30 വരെയും കാട്ടാന പ്രദേശത്ത് നിലകൊണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു. ചേപ്പലക്കോട് മുതൽ പട്ടാണിക്കാട് വരെ സൗരവൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും മരങ്ങൾ മറിച്ചിട്ട ശേഷമാണ് കാട്ടാനകൾ നാട്ടിലെത്തുന്നത്. പൂക്കുന്നത്ത് ബാബുവിൻ്റെ കൃഷിയിടത്തിലെ കമ്പിവേലികളും കുറച്ച് വാഴകളും കാട്ടാന നശിപ്പിച്ചു.
കൂടാതെ കഴിഞ്ഞ ദിവസം കോൺട്രാക്ടർ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലും കാട്ടാന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. തീവണ്ടിപ്പാളത്തിന് 20 മീറ്റർ മാത്രം അകലെ ആനപ്പിണ്ടവും ആനയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. റെയിൽവേ അധികൃതർ അടിയന്തരമായി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 12 പേർക്ക് കൂടി കാപ്പ ചുമത്തി. ഇതോടെ 2025 മാത്രം റൂറൽ ജില്ലയിൽ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചവരുടെ എണ്ണം 42ആയി. നാടുകടത്തൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളും തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കുപ്രസിദ്ധ ഗുണ്ടകളായ ഷാജഹാൻ ജിത്ത്, മുയൽ ബിജു, ഒബ്രു വിവേക്, സജിഷ്ണു, സഞ്ജയ് ദത്ത്, ജിൻഡോ, ചാൾസ്, ഡെറിൻ, പ്രദീപ്, ആദർശ്, ജിത്രാജ് എന്നിവരെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ഇതുവരെ 115 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 73 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തൽ നടപടിയും മറ്റുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അന്തിക്കാട്, കൊരട്ടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, അങ്കമാലി, ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ തുറുങ്കിലടക്കപ്പെട്ട ഗുണ്ടകൾ. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ മാർട്ടിനെ തടങ്കലിലാക്കി. PIT NDPS നിയമപ്രകാരമാണ് നടപടി. ചാലക്കുടി പരിയാരം സ്വദേശിയാണ് 34 വയസ്സുള്ള മാർട്ടിൻ. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പ് മാർട്ടിനെതിരെ 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം തടവിലാവുന്ന 2ാമത്തെ വ്യക്തിയാണ് മാർട്ടിൻ. ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മാർട്ടിനെ ചാലക്കുടി പരിയാരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെത്തിച്ച് ഉത്തരവ് നടപ്പാക്കും. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ 1ലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുള്ള നിയമമാണ് PIT NDPS. മാർട്ടിൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും ജില്ലയിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ്. തുടർന്നും കൂടുതൽ പേർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മയക്കുമരുന്ന് കച്ചവട ശൃംഖലയിലെ മുഴുവൻ ആളുകളെയും പിടികൂടുന്നതിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ പോലീസ് ഗുണ്ടകൾക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ അഭിവാദ്യമർപ്പിച്ച് ഫ്ലക്സ് ബോർഡ്. ഇളങ്കോ നഗർ നെല്ലങ്കര എന്ന പേരിലാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. നെല്ലങ്കരയിൽ പോലീസ് ജീപ്പ് തകർക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത ഗുണ്ടകളെ സംഘട്ടനത്തിലൂടെ പോലീസ് കീഴടക്കിയിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് ഗുണ്ട ആക്രമണമുണ്ടായ നെല്ലങ്കരയിൽ ഇളങ്കോ നഗർ എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞ മണ്ണുത്തി പോലീസ് രാത്രിയിൽ തന്നെ സ്ഥലത്തെത്തി ബോർഡ് എടുത്തുമാറ്റി. കോർപ്പറേഷൻ്റെയോ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെ ബോർഡ് സ്ഥാപിച്ചതിനാലാണ് എടുത്തുമാറ്റിയത്. ദിവസങ്ങൾക്ക് മുമ്പ് നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ട ആക്രമണം നടന്നിരുന്നു. പ്രദേശത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പുലർച്ചെ നടന്ന ബർത്ത്ഡേ പാർട്ടി ആഘോഷത്തിനിടെ ഗുണ്ടകൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. വിവരം കൂട്ടത്തിൽ ഒരാളുടെ അമ്മ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിയതോടെ ഗുണ്ടകൾ പോലീസിന് നേരെ തിരിഞ്ഞു. ആക്രമണത്തിൽ 3 പോലീസ് വാഹനങ്ങൾ തകർക്കുകയും പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 6 അംഗ ഗുണ്ടാ സംഘത്തെ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് തന്നെ സംഘട്ടനത്തിലൂടെ പിടികൂടിയിരുന്നു. വിഷയത്തിൽ കമ്മീഷണർ ഇളങ്കോയുടെ ഗുണ്ടകൾ ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ചു, പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്ന പ്രതികരണം വൈറലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ കയ്യടിയാണ് പോലീസിന് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് സംഭവം നടന്ന നെല്ലങ്കരയിൽ കമ്മീഷണറുടെ പേരിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ കാൽനട പ്രചരണ ജാഥ നടത്തി. ഷൊർണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥ കുളപ്പുള്ളിയിൽ സമാപിച്ചു.
BJP സർക്കാരിൻ്റെ ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയാണ് കുളപ്പുളിയിൽ സമാപിച്ചത്. സമാപന യോഗം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആ ഒരു അവസ്ഥയിലാണ് ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചെന്തായിരുന്നു? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ആ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല, മുന്നണി ഭരണമാണ്. ഈ മുന്നണി ഭരണമാണ് എന്നതുകൊണ്ട് തന്നെ ഇവരെ കഴിഞ്ഞ രണ്ട് ടേമായിട്ടുണ്ടായിരുന്ന 10 വർഷക്കാലത്തെ BJP ഗവൺമെന്റിന്റെ അതേ നയം തന്നെ ഈ രാജ്യത്ത് മൂന്നാമത്തെ BJP ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തുമെന്നുള്ള കാഴ്ചപ്പാടെല്ലാം ഉണ്ടായിരുന്നു രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച്. CPI മണ്ഡലം സെക്രട്ടറി P. വിജയകുമാർ പ്രസംഗിച്ചു. CITU ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V. വേണുഗോപാലനാണ് ജാഥ നയിച്ചത്. ഡിവിഷൻ കമ്മിറ്റി അംഗം MC ശ്രീനിവാസൻ വൈസ് ക്യാപ്റ്റനും AITUC നേതാവ് EK സുഭാഷ് ജാഥ മാനേജരുമായിരുന്നു. CITU, AITUC, HMS, HMKP, KTUCM, JLU, SCWA, KTUC, NLC, INLC, NTUI എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലുള്ളതാണ് സമരസമിതി ഷൊർണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാലിന്യ നിക്ഷേപ കേന്ദ്രത്തെ മലർവാടിയാക്കി പാലക്കാട് നഗരസഭ ജീവനക്കാർ. 1 വർഷം നീണ്ട പരിശ്രമത്തിലൂടെ കേരള ഹരിത മിഷന് നിറങ്ങളും സുഗന്ധവും ചാലിച്ച മാതൃക സമ്മാനിച്ചിരിക്കുകയാണ് നഗരസഭ ഹെൽത്ത് ഡിവിഷനിലെ ജീവനക്കാർ. പാലക്കാട് വലിയങ്ങാടിയോട് ചേർന്ന മാലിന്യ കൂമ്പാരമായി കിടന്ന 20 സെന്റ് സ്ഥലത്താണ് ശുചിത്വ കേരളത്തിനും ഹരിത കേരളത്തിനും മാതൃകയാക്കാവുന്ന ഹരിത പാർക്ക് പിറവികൊണ്ടത്. വിവിധയിനം പൂച്ചെടികൾക്ക് പുറമെ ചീര, വെണ്ട, മുളക്, വാഴ, മത്തൻ, കുമ്പളം തുടങ്ങിയ വിഷരഹിത പച്ചക്കറിയും ഹരിത പാർക്കിൻ്റെ സവിശേഷതയാണ്. മാർക്കറ്റിനോട് ചേർന്ന മാലിന്യ കൂമ്പാരമായി കിടന്ന നഗരസഭയുടെ സ്ഥലം വീണ്ടെടുക്കാനായി ഏറെക്കാലത്തെ പരിശ്രമം വേണ്ടിവന്നു. കയ്യേറ്റവും അസാൻമാർഗിക പ്രവണതകളും ഒഴിപ്പിച്ചെടുത്താണ് ഹരിത പാർക്കിന് തുടക്കം കുറിച്ചത്. പാർക്ക് യാഥാർത്ഥ്യമായതോടെ മൂക്കുപൊത്താതെ വഴി നടക്കാനും വീട്ടിൽ കഴിയാനും മാത്രമല്ല, കൊതുകു ശല്യവും അണുശല്യവും കുറഞ്ഞതിൻ്റെ ആരോഗ്യ സന്ദേശം കൂടിയാണ് ഇവിടെ നൽകുന്നത്. നഗരസഭ 2 ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ EV, ഡോക്ടർ പ്രശാന്ത്, S. ബൈജു എന്നിവർക്ക് കീഴിൽ കണ്ടിജന്റ് തൊഴിലാളികളും ഹരിതകർമ്മസേന അംഗങ്ങളും ഒരുമിച്ചതോടെയാണ് കേരളത്തിന് മാതൃകയാക്കാവുന്ന ഹരിത പാർക്ക് രൂപപ്പെട്ടത്. നാട്ടിലാകെ മാലിന്യ നിക്ഷേപവും മാലിന്യ നിർമ്മാർജ്ജനവും കീറാമുട്ടിയായി നിൽക്കുമ്പോഴാണ് പാലക്കാട് നഗരസഭ ഹെൽത്ത് ഡിവിഷൻ 2 ഹരിത പാർക്ക് വലിയ മാതൃകയാകുന്നത്. നഗരസഭയിലെ 3 വാർഡുകളിലെ മാലിന്യ വേർതിരിവ് കേന്ദ്രത്തിനോട് ചേർന്നാണ് ഹരിത പാർക്ക് എന്നതുകൊണ്ട് വളപ്രയോഗത്തിനും പരിചരണത്തിനും നിത്യവും ആളുണ്ട്. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ശുചിമുറി, വിശ്രമമുറി എന്നീ സൗകര്യങ്ങളോടെ മിനി MCF പ്രവർത്തിക്കുന്നതും കേരളത്തിൽ ഇവിടെ മാത്രമാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞു. നേരത്തെ ഇതൊരു മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഇവിടെ ജൈവ പാർക്ക് ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഹരിത പാർക്ക്, പിന്നെ വിഷരഹിതമായ പച്ചക്കറി തോട്ടം. ഹരിതകർമ്മസേനയ്ക്ക് സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ്, എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന് ആദ്യമായിട്ടാണ് ഹരിതകർമ്മസേനയ്ക്ക് ഒരു റെസ്റ്റ് റൂമും ടോയ്ലറ്റും ഒരുക്കിയിറക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാലക്കാട് നഗരസഭ ഇതിനു വേണ്ടി ഹെൽത്ത് ഡിവിഷൻ 2 എല്ലാ ആൾക്കാരുടെയും സഹകരണം, അത് പറഞ്ഞാൽ ജീവനക്കാരും നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരും ജീവനക്കാരുടെയും ഹരിതകർമ്മസേനയുടെയും അത് പറഞ്ഞാൽ നാട്ടുകാരുടെയും നമ്മുടെ ഹെൽത്ത് ഡിവിഷൻ 2 കൗൺസിലർമാരുടെയും എല്ലാവരുടെയും നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു കാരണം ഒരുക്കാൻ കഴിഞ്ഞത്. 10 മാസത്തോടെയുള്ള നമ്മുടെ ഭഗീരഥ പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് വരിക, സന്ദർശിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര നിയോജക മണ്ഡലം ബഹ്റൈൻ പ്രവാസി കൂട്ടായ്മയായ നിള ബഹ്റൈൻ മെമ്പർമാരുടെ മക്കളിൽ SSLC, ICSE, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നിള കൂട്ടായ്മയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന മാഹിർ അലിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാഹിർ അലി പുരസ്കാരങ്ങൾ നൽകിയാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. സംഘടനാ ഭാരവാഹികളായ അബ്ദുള്ള ചെറുതുരുത്തി, റഷീദ് ആറ്റൂർ, മുഹമ്മദ് കുട്ടി പൂളയ്ക്കൽ, അബ്ദുൾ അസീസ് ചുങ്കോണത്ത്, ഷറഫുദ്ദീൻ പുതുശ്ശേരി, അസീസ് പള്ളം, ഹനീഫ ആറ്റൂർ എന്നിവർ നേതൃത്വം നൽകി.
എല്ലാ വർഷവും നടത്തി വരാറുള്ള വിദ്യാഭ്യാസ അവാർഡ് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ വിദ്യാഭ്യാസ അവാർഡ് ഞങ്ങളുടെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന മാഹിർ അലി സ്മാരക വിദ്യാഭ്യാസ അവാർഡായിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. നാട്ടിലും വിദേശത്തും നീള മെമ്പർമാരുടെ മക്കൾ പഠിച്ച് വിജയിച്ച എല്ലാ കുട്ടികൾക്കും CBSE, ICSE, +2 അങ്ങനെ എല്ലാ മേഖലയിലും വിജയിച്ച കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ പോയി ഞങ്ങളുടെ മെമ്പർമാർ അതാത് സമയങ്ങളിലെത്തുന്ന ആ മെമ്പർമാർ അവരുടെ വീടുകളിൽ പോയി ആ കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. കഴിഞ്ഞ വർഷം ചെയ്തു, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷവും ഞങ്ങൾ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ വിജയാരവം 2025 സംഘടിപ്പിച്ചു. SSLC ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. VK ശ്രീകണ്ഠൻ MP വിജയാരവം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളിൽ ഞങ്ങൾക്ക് എന്താ പ്രതീക്ഷ? ഞങ്ങളെ നിങ്ങൾ സഹായിക്കില്ല. നിങ്ങൾ സമൂഹത്തിനോട് കടപ്പെട്ടവരായി ഈ നാടിന് നന്മ ചെയ്യുമ്പോൾ അത് ഒരുപാട് തലമുറയ്ക്ക് ഗുണപ്രദമാവും. ആ പ്രതീക്ഷയാണ് നിങ്ങളിലുള്ളത്. നിങ്ങളെ കാണുമ്പോൾ ഉള്ളത് നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം, നിങ്ങളുടെ ഊർജ്ജസ്വലത, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ മികവ്. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, നല്ല കായികക്ഷമതയുള്ള കുട്ടികൾ പാലക്കാടുണ്ട്. നല്ല കലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മികവ് പുലർത്തുന്ന കുട്ടികൾ. ഇതെല്ലാം മനുഷ്യന് വേണ്ട ഗുണങ്ങളാണ്. ആ സവിശേഷ ഗുണങ്ങളോടുകൂടി നിങ്ങൾ നല്ല ഉയരത്തിലെത്തണമെന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ P. നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപകൻ M. ശശികുമാർ, M. മോഹനൻ മാസ്റ്റർ, K. B. ജയചന്ദ്രൻ, C. ഗോപാലകൃഷ്ണൻ നായർ, V. വാസുദേവൻ മാസ്റ്റർ, V. പത്മജൻ, M. വിശാഖ്, PR രാജേഷ്, KR അജിത് തമ്പാൻ, K. ഷിജി എന്നിവർ പ്രസംഗിച്ചു. 5 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറുകൾ MP ഫണ്ടിൽ നിന്ന് VK ശ്രീകണ്ഠൻ സ്കൂളിലേക്ക് അനുവദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. നിപ്പ തച്ചനാട്ടുകര കരിമ്പുഴ പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണവും പരിശോധനയും. ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. കടുത്ത പനി ബാധിച്ച 3 പേർ കൂടി ചികിത്സയിൽ. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കാട്ടാനപ്പേഴിയിൽ അകമല പ്രദേശം. റെയിൽവേ പാളത്തിനടുത്തെത്തി വാഴക്കൊമ്പൻ. സുരക്ഷാ നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 12 ഗുണ്ടകളെ കൂടി കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. നാടുകടത്തൽ ഉൾപ്പെടെ മറ്റ് നടപടികളും തുടരുന്നു. റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ PIT NDPS നിയമപ്രകാരം 2ാമത്തെ അറസ്റ്റ്. തടവിലാക്കിയത് മയക്കുമരുന്ന് കച്ചവടക്കാരൻ മാർട്ടിനെ. ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പ്രചരണ പരിപാടികൾ സജീവം. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ. പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ, കർഷകദ്രോഹ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.